ടെൻ്റ് അടിച്ചു, അതോടെ തീർന്നു കൈസ്. ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ അതിനുള്ളിൽ ഇരുന്നിട്ടുള്ളൂ. പട്ടികളെല്ലാം കൂടെ വട്ടം കൂടിയിട്ട് അതിലൊരു പട്ടി ഉണ്ടാവാൻ. കവറിലാക്കിയിട്ട് ക്ലോക്ക് റൂമിലേക്കില്ലേ സംസാരിക്കാൻ പറ്റുന്നില്ല, നാവ് കൊടുക്കുന്നത്. പക്ഷേ നാവ് തണുത്തിട്ടില്ലേ എന്തോ പോലെ. 2 പാക്കറ്റ് മാഗിയാണ് ആകല്ലേ, നീ കൂടെ വന്നാൽ ഷെയർ ഇടാൻ പറ്റില്ലടാ. പോ ഒന്ന് പോയിത്താടാ എടാ, പോയി ഉള്ളവന്റെ കൈയിടറാ. നൈസാണ്, അടിപൊളിയാണ്, സീരിയസ്. ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് കസോളിലേക്ക് പോകുന്ന വഴി ബുംതാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ. ഇന്നലെ ഞങ്ങൾ ഈവനിങ് ചണ്ഡീഗഡിൽ നിന്ന് നേരെ മണാലി ബസ്സിന് കയറിയിട്ട് ബുംതാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ടാണ്. ഈ ബുംതാലിൽ നിന്ന് റൈറ്റിലേക്കാണ് കസോള്, സ്ട്രൈറ്റ് പോയാൽ മണാലി. ഇങ്ങനെയാണ് കേട്ടോ. ഇതേ പറഞ്ഞില്ല ഗൈസ്, നല്ല തണുപ്പാണ് ഇവിടെ. കസോളിൽ ഇതിലേറെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇന്നലെ -1 ആയിരുന്നു നൈറ്റൊക്കെ. ഇപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. രാവിലെ തന്നെ ആയതുകൊണ്ട് കൈയൊക്കെ ഭയങ്കര മരവിച്ചിട്ടുണ്ട്. ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. ഗ്ലൗസൊക്കെ ഇതിലേക്ക് വെച്ചതാണ് ഫോൺ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര അഡ്വഞ്ചർ ആയിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ അന്ന് ഞങ്ങൾ പ്രയാഗ്രാജിൽ നിന്ന് നമ്മുടെ കുംഭമേള കഴിഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് ചണ്ഡീഗഡിലോട്ട് പോകുന്നു. ചണ്ഡീഗഡിൽ സ്റ്റേ അടിച്ചു. അവിടുന്ന് പിറ്റേ ദിവസം ഇങ്ങോട്ട് പോകുന്നു. പക്ഷെ കാര്യമായിട്ട് കാണിക്കാനൊന്നും ഇല്ലായിരുന്നു. കുറേ ട്രാവൽ തന്നെ ആയിരുന്നു. ഒരു 1.5 ദിവസം ട്രാവലും പരിപാടികളൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഇന്നലെ ഞങ്ങൾ ഇവിടെ ബുംതാൽ എത്തിയിട്ട് ഇവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടി നോക്കി. പക്ഷേ ഇവിടെ ഒരു വലിയ ടൗണോ പരിപാടിയൊന്നും അല്ല. പക്ഷേ കുറച്ച് കടകളും ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ടെൻ്റ് അടിക്കാൻ പറ്റിയൊരു ഫെസിലിറ്റി പരിപാടിയൊന്നും എവിടെയും കണ്ടില്ല. പിന്നെ അതിങ്ങനെ കുറച്ച് താഴേക്ക് ഇറങ്ങിയത്, അവിടെയാണ് ഞങ്ങൾ ബസ് ഇറങ്ങിയിരുന്നത്. കുറച്ച് മേലെയാണ്. കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ഏരിയ, ഒരു പാർക്കിംഗ് ഏരിയ പോലെ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു. അവരുടെ നമ്മൾ ചോദിച്ചു ഇങ്ങനെ ടെൻ്റ് അടിച്ചോടെ കുഴപ്പമില്ല. അവരില്ല, അവർ കുഴപ്പമൊന്നുമില്ല, നൈസായിട്ട് ഡീൽ ചെയ്തിട്ട് അവിടെ ടെൻ്റ് അടിച്ചു, അതോടെ തീർന്നു കൈസ്. ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ അതിനുള്ളിൽ ഇരുന്നിട്ടുള്ളൂ. പട്ടികളെല്ലാം കൂടെ വട്ടം കൂടിയിട്ട് അതിലൊരു പട്ടി ഉണ്ടാവാൻ. ആ വരുന്ന പയ്യനല്ല, അവിടെ കൂടെയുള്ള പട്ടി. അങ്ങനെ ഈ പട്ടികളെല്ലാം കൂടെ വട്ടം ചുറ്റും കണ്ടിട്ട് അവിടെ നിന്നിട്ട് ഒരിടലും പരിപാടികളൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. അവിടെ നിന്ന് എല്ലാം ഇറങ്ങിയിട്ട് ഇവിടെ ഞങ്ങൾ വന്ന ഉടനെ തന്നെ ചായ കുടിച്ചിരുന്നൊരു പഞ്ചാബി ദാബ ഒരു ചേട്ടൻ്റെ അടുത്ത്. പുള്ളി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പുള്ളി ഭയങ്കര നിഷ്കളങ്കനായ മനുഷ്യൻ. പുള്ളി ഞങ്ങളുടെ കാര്യം പറഞ്ഞ പുള്ളി പറഞ്ഞാൽ ഓക്കെ ഇതറക്കോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് പുള്ളിയുടെ വീടാണ് അതാ കാണുന്നത്. അതിൻ്റെ മേലെ അപ്പുറത്ത് ആ ടെറസിൽ ആ ഷട്ടർ കിടന്നതിന് നേരെ മേലെ ടെറസ്, ഓപ്പൺ ടെറസാണ്. അപ്പോൾ അവിടെ വേണമെങ്കിൽ അടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ടെൻറ്റും എടുത്തുകൊണ്ട് ഞങ്ങൾ മടക്കി കുത്തി അവിടെ കൊണ്ടുപോയി. അവിടെ നിന്ന് പിന്നെ അടിച്ചേട്ടാ എന്താ പറയുക, അങ്ങനെ ഏതായാലും അവിടെ ടെൻ്റ് അടിച്ചുകൊണ്ട് നൈസായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി. പക്ഷെ തണുപ്പ് കഴിയുന്നില്ല ഗൈസ്. ഇനി കസോള് പോയാൽ നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ പറ്റുമെങ്കിൽ ഞങ്ങൾ ടെൻ്റ് അടിക്കും ഗൈസ്. ഇവിടെ -7 പോകുന്നുണ്ട് കസോള്, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്തായാലും നോക്കാം മാക്സിമം. ഇപ്പം തന്നെ കൈയൊക്കെ മരവിച്ചു. പിന്നെ ഇത് രാവിലെ ആയതുകൊണ്ടാണ്. കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ ഈ സൂര്യനൊക്കെ വന്ന് കുറച്ചുകൂടെ ഒന്ന് ക്ലൈമറ്റ് ഒന്ന് നമുക്കൊരു ബാലൻസായി കിട്ടും. സാധാരണ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് എല്ലാ സ്റ്റേറ്റിലും. ഈ ചണ്ഡീഗഡിലാണെങ്കിലും അവിടെയൊക്കെ രാവിലെയൊക്കെ ഭയങ്കര തണുപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് കുഴപ്പമില്ല. എന്തായാലും മൊത്തത്തിൽ നൈസായിരുന്നു ഗൈസ്. എന്താ പറയുക, രാവിലത്തെ എണീറ്റു. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് കസോൾ പോകണം. ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് കസോളിലേക്ക്. 35 കിലോമീറ്റർ ടോട്ടൽ. 35 കിലോമീറ്റർ പോയാൽ കസോളെത്തി. ഇനി 2 ദിവസം അവിടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ് ഇനി അടുത്ത കാഴ്ച വരും. ഇന്നലെ ഞങ്ങളുടെ എങ്ങനെന്നാടാ വാ, ഇന്നലെ ഞങ്ങളെ കിടപ്പുറം മാറ്റിച്ചവനാണ്. പക്ഷേ ഇവൻ ഭയങ്കര നിഷ്കുവാണ് ഗൈസ്. നമ്മളതിൽ കൊടുക്കാൻ ബിസ്ക്കറ്റും ഉണ്ട്. ഇനി ബാഗ് തുറന്നിട്ട് വേണം അതിൽ എന്തെങ്കിലും കൊടുക്കണം. പക്ഷേ ഇവൻ ആൾ ഭയങ്കര സാധുവാണ്. ഇവൻ്റെ ഫാമിലി ഞാൻ തോന്നുന്നു. ചെറിയ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു പട്ടികൾ. അയ്യോ, എന്നാലും ഞങ്ങൾ ഇന്നലെ അവിടെ കിടന്നേ, നീ കണ്ടാ അത് ഗൈസ്. ഇവൻ പാവമാണ്. ഞങ്ങളുടെ കസോളിലേക്കുള്ള ബസ് കയറിയിട്ടാണ്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ഉണ്ട്. വണ്ടിയിൽ അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നുമില്ല. ഒരു 5-8 പേരെ ഞങ്ങൾ മച്ചാ. ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ കയറി നിന്നിട്ടാ കുറച്ച് വിഷ്വൽ എടുക്കാനും കാഴ്ചകൾ കാണാനൊക്കെ വേണ്ടിയിട്ട്. ഇതാണ് ബസ്. ഇത് ബസ് സ്റ്റാൻഡാണ് കേട്ടോ. കസോളിലേക്കുള്ള ബുന്ദർ ബസ് സ്റ്റാൻഡാണിത്. ഇവിടെ മണാലി ബസ്സും കസോളിലേക്കുള്ള ബസ്സൊക്കെ കിട്ടും കേട്ടോ.
ഉൾഗ്രാമങ്ങളിലൂടെ കസൂളിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കട്ടാ. അതെ, അപ്പുറത്തൊക്കെ വലിയ മലകളും കുന്നുകളൊക്കെ ഉണ്ട്. പക്ഷേ കോട ആയതുകൊണ്ട് ചിലപ്പോൾ കറക്റ്റ് കാണുന്നുണ്ടല്ലോ. നല്ല അടിപൊളി വ്യൂ ഉണ്ട്. ഇവരൊക്കെ തണുപ്പ് ഒരു സെറ്റ്. ഇപ്പോൾ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് കൈയൊക്കെ പോയി ഞാൻ ഗ്ലൗ ഒക്കെ അഴിച്ചിട്ടാണ്. വെയിലൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ കംഫർട്ടാണ്. രാവിലെ എണീക്കുമ്പോഴൊന്നും കഴിയില്ല. ടെൻറ്റിനുള്ളിലൊക്കെ ഭയങ്കര എന്താ പറയുക, തണുത്തിങ്ങനെ നമ്മൾ മരവിച്ച അവസ്ഥയായിരുന്നു കേട്ടോ. എന്തായാലും ഇനി ഇന്നത്തെ അവസ്ഥ എന്തെന്ന് അറിഞ്ഞൂടാ. ഹായ്. ഞങ്ങളെ സാധനങ്ങൾ ലഗേജിൻ്റെ വെയിറ്റ് കുറച്ച് കുറച്ചിട്ട് എന്താ അവിടെ ഒരു ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാ. 2 കവറിലാക്കിയിട്ട് ക്ലോക്ക് റൂമിലേക്കില്ലേ സംസാരിക്കാൻ പറ്റുന്നില്ല. നാവ് കൊഴുക്കുന്നത് പക്ഷേ നാവൊക്കെ തണുത്തിട്ടില്ലേ എന്തോ പോലെ. അപ്പൊ ഇവിടെ 6 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ ടെമ്പറേച്ചർ. ഇന്നാണ് കഴിച്ചത് നമ്മുടെ ഏറ്റവും വലിയ അഡ്വഞ്ചർ വരാൻ പോകുന്നത്. ഇത്രയും ദിവസമല്ല. കാരണം മേലെ ഓൾറെഡി ഇവിടെ നൈറ്റ് സ്റ്റേ അടിക്കുന്നുണ്ടെങ്കിൽ തന്നെ -6, -7 ഒക്കെ അല്ലേ. -7 ഇന്നലെ. അതെ, ഇതില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 100 മീറ്റർ നടന്നിട്ടുള്ളൂ. അപ്പോഴേക്കും ഇതാണ് അവസ്ഥ. ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട്. ഒരു 7-6 കിലോ എന്തായാലും ഉണ്ടാവും മാക്സിമം. അതെ, പിന്നെ ഓൺ ബാഗും പിന്നെ 3-4 കൂട്ടി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ. അതെ അതെ. അപ്പോൾ കുറച്ച് മാഗി സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഗ്രഹം വില്ലേജിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും കേരട്ടെ ഗൈസ്. പക്ഷേ ഇല്ല, ഇവിടെ അപാര വ്യൂ ആണ് കേട്ടോ. അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി കഴിഞ്ഞാൽ കിടിലം വ്യൂ ആണ്. നമ്മൾ വല്ലാണ്ട് നോക്കിക്കുന്നില്ല, കാരണം ഇതൊക്കെ കുറേ മേലേക്കാണല്ലോ നമുക്ക് പോകല്ലേ. അപ്പോൾ അതിൻ്റെ എക്സ്ട്രീം ലെവൽ അവിടെ നിന്ന് നമുക്ക് ഫീൽ ചെയ്യാം ഗൈസ്. അങ്ങ് നോക്കിയേ, അവർ 3 പേര് എൻ്റെ മേലെ അത് ചെരിഞ്ഞു നിന്നുകൊണ്ടാണ് കേട്ടോ വാറ അടിച്ചു പൊട്ടിക്കുന്നത്. ഇതാണ്ടാ, ഇത്രയും ലോങ് ആണ്, കാണുന്ന പോലെയല്ല. ഇവിടുന്ന് വില്ലേജിലേക്ക് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞത്. വണ്ടി ഞങ്ങൾ കുറച്ച് നേരം നോക്കി, പക്ഷെ വണ്ടിയൊന്നും കാണുന്നില്ല. വണ്ടി വരും എന്ന് പറഞ്ഞു, പക്ഷേ നടക്കുക തന്നെയാണ്. കുറച്ച് നേരമുള്ളൂ. ഭയങ്കര സ്കട്ടാ. അത് ഈ വെയിറ്റും ഉള്ളതുകൊണ്ട് ഒരു 5-6 കിലോ എന്തായാലും ഉണ്ടാവും. 6-7 കിലോ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ മേടിച്ച ഫുഡ് പരിപാടി അതുകൊണ്ട് അവിടെ പോയിട്ട് വേണം ഇനി ടെൻ്റ് അടിക്കാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ നോക്കാൻ. ടെൻ്റ് അടിച്ചാൽ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വേറെ കാര്യം കേട്ടോ. ഹലോ ഭായ്, മതിയടെ. അയ്യോ, അവരവിടെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കണേ. അതിൻ്റെ കൂടെ എന്തോ കളിച്ചുകൊണ്ടിരിക്കട്ടെ. യൂനോ കളിച്ചോണ്ടിരിക്കുക. ഓക്കെടാ, ഒന്നും ഇല്ലടാ. ഡേടേ പോടാ. അക്രമാസക്തരല്ല ഇവിടുത്തെ പട്ടികളൊന്നും കേട്ടോ. ഭയങ്കര കാമായിട്ടുള്ള ആളുകൾ, പാവങ്ങൾ. അയ്യോ, ഇവൻ വിട്ടില്ല വെച്ചാ പുറകെ ഉണ്ട് കേട്ടോ. ബൈ ബൈ. അതെ, അവരുടെ മനസ്സിലായി. എടാ, നീ വഴി കാണിച്ചു തരാനായിരുന്നാണോ? അതെ, 2 പാക്കറ്റ് മാഗിയാണ് ആകല്ലേ. നീ കൂടെ വന്നാൽ ഷെയർ ഇടാൻ പറ്റില്ലടാ. പോ എടാ, ഒന്ന് പോയി താടാ. എടാ, പോയി ഉള്ളവന്റെ കൈയിടറാ. അയ്യോ, മര്യാദക്ക് പറഞ്ഞു. ഇതിനുള്ളൊരു എന്റർടൈൻമെന്റ് ആണ് കേട്ടോ. വരുന്നത്തോളം വന്നോട്ടെ. പോകുന്ന വഴിക്കതേ ഒരു പാലം ഉണ്ട് കേട്ടോ. പൊളിഞ്ഞതാണെന്ന് തോന്നുന്നു അപ്പുറത്തേക്കുള്ള. ഞങ്ങൾ ഏകദേശം 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നടന്നിട്ട്. ഇപ്പോൾ നേരത്തെ കണ്ട പുള്ളി പറഞ്ഞത് ഇനി ഒരു 5-6 കിലോമീറ്റർ. അതിൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നിരപ്പായ സ്ഥലമല്ല, കുറച്ച് കുന്ന് പോലെയൊക്കെ കയറി ഇറങ്ങി പോകേണ്ട സ്ഥലമാണ്. അതായിരിക്കും കുറച്ച് ടാസ്ക്. എന്തായാലും ഇവിടം വരെ ആയല്ലോ, ബാക്കിയുടെ കയറാം. ഒരു പാലമുണ്ട് ഇവിടെ, നല്ല തടി കൊണ്ടൊക്കെ. ഷൂവിൽ കുറച്ച് ഗ്രിപ്പ് കുറവായതുകൊണ്ട് തന്നെ വഴിക്കുന്നുണ്ട്. അമ്മ, പക്ഷെ നല്ല ഉറപ്പുള്ള പാലം കേട്ടോ. വണ്ടിയൊക്കെ പോകുന്നത് ഇതിലൂടെ തന്നെയാണ്. നല്ല തടിമരമാണ്, നല്ല ക്ലിയർ വെള്ളം കേട്ടോ അവിടെ.
വെള്ളം നമ്മളതിൽ നമ്മൾ സ്റ്റോക്ക് വെക്കാൻ വിട്ടുപോയി. ഒരിത്തിരി ഉള്ളൂ, ഒരാൾക്ക് ഒരു കവള കുടിക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ തൊണ്ട നനച്ചിട്ട് പോകുന്നു. പക്ഷെ അങ്ങനെ വലിയ ദാഹ പരിപാടി ഇല്ല. ഒന്നും നല്ല തണുപ്പാണല്ലോ. ഇപ്പോൾ ഈ നടന്ന് നീങ്ങുന്നതുകൊണ്ട് നമുക്ക് അതായത് എന്താ പറയുക, തണുപ്പ് വല്ലാണ്ട് അറിയുന്നില്ല. പിന്നെ ഒരു 3-4 കൂടി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ അതിൻ്റെ വെയിറ്റും ഇതിൻ്റെ വെയിറ്റും എല്ലാ വെയിറ്റും ഉണ്ട്. അതുകൊണ്ട് തണുപ്പ് ഒരു പരിധി വരെയൊക്കെ ഇങ്ങനെ ഈക്വലായിട്ട് ബാലൻസ് ആയിട്ടൊക്കെ പോകുന്നു. അയ്യോ, ഇനി അവിടെ എത്തുമ്പോഴായിരിക്കും നൈറ്റ് അല്ല ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും നല്ല തണുപ്പായിരിക്കും. ഒരു 5 മണിക്ക് ശേഷം ഒരു 6 മണി ആ സമയമാകുമ്പോൾ ഭയങ്കരമായിട്ട് തണുപ്പ് അടിച്ച് കയറും കേട്ടോ. മൈനസ്, അതായത് നമ്മുടെ കസോൾ ടൗണിലൊക്കെ -7 ഒക്കെയാണ് ഇന്നലെ കാണിച്ചത്. ഇവിടെ അതിലും കൂടുതലായിരിക്കും. ഇത് നമ്മൾ ഹൈ റേഞ്ചിലേക്കല്ല പോകുന്നത്. അപ്പോൾ നൈസാണ്, അടിപൊളിയാണ് സീരിയസ്ലി. അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്താലേ അറിയുള്ളൂ കേട്ടോ. അർജുൻ കം ബ്രോ. ഗൈസ്, നമ്മുടെ അർജുൻ നമ്മുടെ കൂടെ തിരിച്ചു വരുന്നു. അവൻ മറ്റേ വണ്ടി വരുന്നുണ്ട് കേട്ടോ. നേരത്തെ ഒരു വണ്ടി വന്നായിരുന്നു, അതിൽ വേറെ ആളുകളായിരുന്നു. ഇപ്പോൾ ആ വണ്ടീനെ തിരിച്ചു പോകുന്നുണ്ട്. അതേ വണ്ടി ഇങ്ങോട്ടും വരുന്നുണ്ട്. അതിൻ്റെ പുറകെ നമ്മുടെ അർജുനുണ്ട്. ഹാ ഹാ ഹാ. ഒടുക്കത്തെ തണുപ്പാണ്, കയ്യില്ല മരവിച്ചു പോകുന്നുണ്ട്. അമ്മ അയ്യോ, ജാക്കറ്റ് തന്നെ എൻ്റെ മോനെ. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. മിനറൽ വാട്ടറിന് പോലും ഇത്രയും ടേസ്റ്റ് ഞാൻ കണ്ടില്ല. ഒരു ഇതുമില്ല കേട്ടോ, അവർ ചുവയിൽ മാറ്റമൊന്നുമില്ല. പിന്നെ ഇത് അത്രയും ഫിൽറ്ററിങ് നടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ കൂടുതൽ കുടിച്ച് വെള്ളം നിറക്കില്ല, തണുപ്പുണ്ട് നല്ല. വയറ് നിറച്ചാൽ ഇനിയും മേലെ കയറി പോണ്ട. അതുകൊണ്ട് ബാക്കി ഞാൻ ഇത് ഫില്ല് ചെയ്തിട്ട് മച്ചൻ കൊണ്ട് കൊടുക്കട്ടെ. കയറി ഏകദേശം ഒരു 5 കിലോമീറ്റർ ഒന്നും ഉണ്ടാവും അല്ലേ? എന്താ, ഒരു 5-6 കിലോമീറ്റർ ഞങ്ങളിപ്പോൾ നടന്ന് വന്നിട്ടാ. ഇപ്പോൾ കഴിഞ്ഞൊരു 200 മീറ്റർ ആയിട്ട് കുത്തനെ കയറ്റമുള്ളൂ. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് പറഞ്ഞോടാ. ഞങ്ങളിത് വന്നത് അപ്പട്ടേട്ടാ, അതിനപ്പുറത്ത് കാണുന്നുണ്ടാ. ആ അരുവിൽ നിന്നാണ് നമ്മൾ നേരത്തെ വെള്ളം എടുത്തിരുന്നത്. ഇപ്പോൾ ഏകദേശം എത്ര അടിയാന്ന് പറഞ്ഞോടാ. ഇനി ഇതിന് മേലേക്ക് അപ്പുറത്തെത്തണം. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ്, അതായത് നടന്ന് കയറേണ്ട വഴിയുള്ളത്. ഇതൊക്കെ ശരിക്കും വണ്ടി പോകുന്ന വഴിയാണ്. ഇത് കഴിഞ്ഞ് ഇനി നടന്നു പോകുള്ളത് വേറെ ഉണ്ട് കേട്ടോ. ഒറ്റ 50-50 ബിസ്ക്കറ്റിൻ്റെ 20-20 അല്ലേ, 20-20 ബിസ്ക്കറ്റിൻ്റെ എനർജിയിലാണ് കഴിച്ച് കയറുന്നത്. രാവിലത്തെ ഒരൊറ്റ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് 10 രൂപയുടെ. ഒരു 60 കിലോമീറ്ററൊക്കെ നടന്നിട്ട് അവസാനം ഞങ്ങളിത് വണ്ടി വന്ന് ചെന്ന് നിൽക്കുന്ന അവസാന സ്പോട്ടിലെത്തിയിട്ടാ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി പോവില്ല, നടന്നു പോകണം. ഇവിടുന്ന് ഇതേ ഇങ്ങനെ കയറണം കേട്ടോ. പുള്ളി അവിടുന്ന് പോകുന്നുണ്ട്, വഴി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഇതിലോരോന്നും ഇങ്ങനെ ഫില്ലാവുന്നതനുസരിച്ചായിരിക്കും ഇവരിങ്ങനെ താഴേക്ക് ഇറക്കുന്നില്ല. നമ്മളെന്തായാലും ഇനി 1 കിലോമീറ്റർ ഉള്ളൂ. അത് പക്ഷെ ഇങ്ങനെ കയറണം. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ കയറും ഗൈസ്. ഇല്ല വെച്ചാ പിന്നെ ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരട്ടാ. അസാധ്യ വ്യൂ. നമ്മളിത് കണ്ട് അവസാനത്തെ ഇതേ അവിടെ തീയിടുന്നൊക്കെ ഉണ്ട് ആൾക്കാർ. ഇവിടുന്ന് ഏകദേശം 600 മീറ്റർ ഉള്ളൂ എന്നാട്ടാ പറഞ്ഞത്. ഇപ്പോൾ 600 മീറ്റർ കുഴപ്പമില്ല. പക്ഷെ ഇത് കുത്തനെയാണ്, മറ്റേ ഇതുവരെ നടന്നിരുന്ന പോലെ അല്ല. അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ 9.5 കിലോമീറ്റർ ഏകദേശം 9,400 ഇത് ലഗേജ്. കയറി ഗൈസ്. ഇനി ഒരു 600 മീറ്റർ അല്ലേ, നമ്മൾ ഇപ്പൊ തന്നെ വലിഞ്ഞാൻ കയറും. ഇനി സ്റ്റെപ്പും പരിപാടിയൊക്കെ ഉണ്ടിട്ടാ. ഇതും വലിയ കുഴപ്പമില്ല, കുത്തനെ കയറ്റമാണെന്നുള്ളൂ. പക്ഷെ കയറണം. ഇതാണ് അവന്മാർ ആദ്യം 4 കിലോമീറ്റർ എന്ന് പറഞ്ഞത്. 4 കിലോമീറ്റർ നടത്തും അല്ല വണ്ടിയിലും, പിന്നെ ഒരു 4 കിലോമീറ്റർ
നടന്ന് കയറണം. ഇവിടെ ആകെ 600 മീറ്റർ ഉള്ളെന്ന് പറഞ്ഞേ. ഇനി കുറച്ച് സ്ലോ ആവും. അങ്ങനെ ഞങ്ങളിത് അവസാനം ഒരു ടെൻറ്റിൻ്റെ അടുത്ത് എത്തിപ്പെട്ടിട്ടാ ഞങ്ങൾ കയറി. ഇവിടെ ലൊക്കേഷൻ എത്തി, പിന്നെ ഇരുട്ടായി. ഞങ്ങളിത് ടെൻറ്റ് ഇത് ഓൾമോസ്റ്റ് നമ്മൾ 200 രൂപയ്ക്ക് റെൻറ്റിന് എടുത്താട്ടാ ഈ സെറ്റ്. അതെ അതെ, ഇവിടെ വേറെ അതായത് ഇല്ലേ എവിടെ ടെൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാരുടെ സ്ഥലം ചോദിച്ചാലും അവർക്കൊക്കെ ചാർജ് 300 രൂപ 500 രൂപയ്ക്കാണ് ചാർജ് വരുന്നത്. ഇത് നമുക്ക് ടെൻറ്റ് തന്നെ ആ സ്ഥലത്തിന് വേണ്ടി. ഇപ്പോൾ ഇങ്ങനൊരു ഒഴിഞ്ഞ സ്ഥലമാണെങ്കിൽ ഈ സ്ഥലത്തിനാണ് അവർ പറയുന്നത് ഒരു 500 രൂപ 300 രൂപയ്ക്ക് കേട്ടോ. കുറച്ച് വേസ്റ്റ് പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷേ ഇവിടെ കുഴപ്പമില്ല. ഇത് ഇങ്ങനെ എന്താ പറയുക സ്റ്റേ പരിപാടിയൊക്കെ കൊടുക്കുന്നതാണ്. ഒരു പക്ക ചീപ്പ് സെറ്റപ്പാണ് കേട്ടോ. അകത്ത് അടിക്കാൻ പറ്റില്ല. അതെ, ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ടെൻറ്റ് അടിക്കാം. ഞങ്ങൾ പക്ഷേ ടെൻറ്റ് അടിക്കുന്ന സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതാക്കാം. പിന്നെ അത് അടുപ്പ് കൂട്ടാനുള്ള സൗകര്യം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അടുപ്പ് കൂട്ടി മച്ചാൻ അവിടെ മാഗി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. മച്ചാൻ്റെ മാഗി ഇന്ന് പൊരിക്കുമ്പോൾ സീനാണ് ഗൈസ്. ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ മാഗിയാണ്. മാഗിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയിലെ ലഞ്ച്, ഈവനിങ് ടീ, ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ നൈറ്റ് മാഗി. കണ്ണിൽ മൊത്തം പോകുകയാണ്. ഇത് മൊത്തം സീൻ ഏരിയയാണ് ഗൈസ്. സീനല്ല മൊത്തം അതെന്താ പറയുക ഹോം സ്റ്റേ പരിപാടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ഭയങ്കര റൈറ്റാണ്. നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ട്രിപ്പിനൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അഫോർഡ് ചെയ്യാൻ പറ്റാതല്ല, അങ്ങനെയൊക്കെ എടുത്താൽ പിന്നെ നമ്മൾ ഇങ്ങനത്തെ ട്രിപ്പിന് ഒരു രസമില്ലല്ലോ വെച്ചാലേ. അതെ അതെ. പിന്നെ അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ ഏതായാലും ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നാളെ കസോളിൻ്റെ ഗ്രാമങ്ങളിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളത്തെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ ബൈ.